In this video, we are going to discuss about linked list. Linked list is a linear data structure. So already we discussed about stack and queue. So what is linked list? Linked list is a collection of data items where there is no limit in the number of items. So we know both stack and queue are data structure. Stack and queue are linear data structure and it is also a static data structure because stack and queue are physically implemented using array. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാക്കും ക്യൂവും ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ അത് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറാണ്. സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആ ഡാറ്റ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് അറേസ് വെച്ചിട്ടാണ്. So there is a limit for the size. സ്റ്റാക്ക് ആയാലും ക്യൂ ആയാലും അറേയുടെ ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് അതിന് ഒരു ബൗണ്ട് ഉണ്ട്, ലിമിറ്റ് ഉണ്ട്. അതിലേക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ സ്റ്റാക്കിൻ്റെ കേസിലായാലും ക്യൂവിൻ്റെ കേസിലായാലും നമുക്ക് പറ്റില്ല. സോ സ്റ്റാക്ക് ആൻഡ് ക്യൂ ആർ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ. ബട്ട് ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. സോ എന്താണ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നതിനേക്കാൾ മുന്നേ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാം. ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡാറ്റ ഐറ്റംസ് where there is no limit in the number of items. സോ ഈ ഡാറ്റ സ്ട്രക്ചറിൽ എത്ര ഡാറ്റ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. സോ ദർ ഇസ് നോ ലിമിറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എന്ത് പറയുന്നത്, ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ എന്നും പറയുന്നത്. പക്ഷേ സ്റ്റാറ്റിക് ആൻഡ് ക്യൂ ആർ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ബിക്കോസ് ദർ ഇസ് എ ലിമിറ്റ്. അതിന് അറേയുടെ ലിമിറ്റ് ബാധകമായിരുന്നത് കൊണ്ടാണ് അത് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് data where there is no limit in the number of items. ഈ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ എന്താ നമുക്ക് കൂടുതലായിട്ട് അറിയാം. ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ മീൻസ് the memory will not be allocated in advance for the dynamic data structure. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മുൻകൂട്ടി അതിൻ്റെ മെമ്മറി അലോക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ടൈം ഓർ റൺ ടൈമിലാണ് ഈ ഒരു ഡാറ്റ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ സ്വാഭാവികമായിട്ടും ഡാറ്റ സ്ട്രക്ചറിൽ ഡാറ്റ ആഡ് ചെയ്യുന്ന സമയത്ത് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ലെങ്ത് കൂടും. അതേപോലെ ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്ന് ഡാറ്റ ഡിലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ബിക്കോസ് ദിസ് മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിങ് എക്സിക്യൂഷൻ ടൈം ആൻഡ് ദർ ഈസ് മെമ്മറി വിൽ നോട്ട് ബി അലോക്കേറ്റഡ് ഇൻ അഡ്വാൻസ്. ഇതൊക്കെയാണ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ എന്നൊരു പ്രത്യേകത. സോ ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കേസിൽ മെമ്മറി വിൽ നോട്ട് ബി അലോക്കേറ്റഡ് ഇൻ അഡ്വാൻസ് ആൻഡ് ദ മെമ്മറി അലോക്കേഷൻ ഈസ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ടൈം. സോ ലിങ്ക്ഡ് ലിസ്റ്റ് ഗ്രോ ആസ് ആൻഡ് വെൻ ന്യൂ ഡാറ്റ ഐറ്റംസ് ആർ ആഡഡ് ഇൻ ദ ലിസ്റ്റ് ആൻഡ് ഷ്രിങ്ക് വെൻ എവർ എനി ഡാറ്റ ഈസ് റിമൂവ്ഡ് ഫ്രം ദ ലിസ്റ്റ്. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഡാറ്റ ഇൻസേർട്ട് ചെയ്തതിനനുസരിച്ച് അത് വളരാൻ തുടങ്ങും. അതിന് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഡാറ്റ ഡിലീറ്റ് ചെയ്തതിനനുസരിച്ച് അത് ചുരുങ്ങാനും തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണെന്ന് പറയുന്നത്, ഒരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറാണ്. ദർ ഇസ് നോ ലിമിറ്റ് ഇൻ ദ സൈസ് ഓഫ് ദ ഡാറ്റ. എത്ര ഡാറ്റ വേണമെങ്കിലും ലിങ്ക്ഡ് ലിസ്റ്റ് നമുക്ക് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അതാണ് സ്റ്റാക്കും ക്യൂവും അതേപോലെ ലിങ്ക്ഡ് ലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ലിങ്ക്ഡ് ലിസ്റ്റ് ഒരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറാണ്, നേരെ മറിച്ച് സ്റ്റാക്കും ക്യൂവും ഒരു സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറാണ്. അതേപോലെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കേസിൽ സൈസ് അൺലിമിറ്റഡ് ആണ്, എത്ര ഡാറ്റ വേണമെങ്കിലും ആഡ് ചെയ്യാം. ബട്ട് സ്റ്റാക്കും ക്യൂവിൻ്റെ സൈസ് ലിമിറ്റഡ് ആണ്. അതിൻ്റെ ലിമിറ്റഡ് സൈസിലേക്കുള്ള ഡാറ്റ മാത്രമേ ഇൻസേർട്ട് ചെയ്യാനും പറ്റുള്ളൂ. അതേപോലെ തന്നെ സ്റ്റാക്കും ക്യൂവും ക്രിയേറ്റ് ചെയ്യുന്നത് ബിഫോർ എക്സിക്യൂഷൻ ടൈമാണ്. പക്ഷേ ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഡ്യൂറിങ് എക്സിക്യൂഷൻ ടൈമാണ്. സോ ഇങ്ങനെ ഒരുപാട് വ്യത്യാസം സ്റ്റാക്കും ക്യൂവിൽ നിന്ന് ഏതിനുണ്ട്, ലിങ്ക്ഡ് ലിസ്റ്റിനുണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് ലിങ്ക്ഡ് ലിസ്റ്റ്? ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ കളക്ഷൻ ഓഫ് നോഡ്. ഇവിടെ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് നോഡുകളായിട്ടാണ്. ഈ ഫിഗറിൽ കാണുന്നുണ്ടോ, ഇതെല്ലാം ഓരോ നോഡുകളാണ്. നോഡ് 1, നോഡ് 2, നോഡ് 3, ഇങ്ങനെ ഒരുപാട് നോഡുകൾ. ഈ നോഡിനൊരു പ്രത്യേകതയുണ്ട്. നോഡിന് 2 ഭാഗങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് ഭാഗം, അതായത്
ഫസ്റ്റ് പാർട്ടിൽ സ്റ്റോർ ചെയ്യുന്നത് ഡാറ്റയാണ്. സെക്കൻഡ് പാർട്ടിൽ സ്റ്റോർ ചെയ്യുന്നത് അടുത്ത നോഡിലേക്കുള്ള പോയിൻ്ററാണ്. അപ്പോൾ ഈ ലിങ്ക്ഡ് ലിസ്റ്റ് പ്രത്യേകത അതിങ്ങനെ സീക്വൻഷ്യലായിട്ടല്ല സ്റ്റോർ ചെയ്തത്. മെമ്മറിയുടെ പല ഭാഗങ്ങളിലായിരിക്കും ഈ നോഡുകൾ ഉണ്ടാവുക. അപ്പോൾ ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് ഒരു പോയിൻ്ററായിട്ടാണ് അത് ലിങ്ക് ചെയ്യുന്നത്. സോ ഇറ്റ് ഫോംസ് ലൈക്ക് എ ചെയിൻ, ഒരു ചെയിൻ പോലെ അതിങ്ങനെ കണക്റ്റഡ് ആയിട്ട് ഒരു ട്രെയിൻ പോകുന്ന പോലെ, ബോഗീസ് കണക്ട് ചെയ്യുന്ന പോലെയാണ്. സോ ദർ ഇസ് നോട്ട്സ് ഇൻ ദ ലിങ്ക്ഡ് ലിസ്റ്റ് ഇസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് എ it is not stored in a sequential mannerലല്ല സ്റ്റോർ ചെയ്യുന്നത്. മെമ്മറിയുടെ പല ഭാഗങ്ങളിലായിരിക്കും. സ്വാഭാവികമായിട്ടും ആ ഓരോ നോഡുകളിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് ഒരു പോയിന്റർ വേണം. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് നോഡ് വെർ ഈച്ച് നോഡ് കൺസിസ്റ്റ് ഓഫ് ഡാറ്റ ആൻഡ് എ ലിങ്ക്. അപ്പോൾ നോഡ് രണ്ട് ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നോഡിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യണം. സെക്കൻഡ് ഭാഗത്ത് ലിങ്ക് ആണ്. ലിങ്ക് എന്ന് പറഞ്ഞാൽ എ പോയിന്റർ ടു ദ നെക്സ്റ്റ് നോഡ് ഇൻ ദ ലിസ്റ്റ്. ആ ലിസ്റ്റിൻ്റെ അടുത്ത നോഡിലേക്കുള്ള പോയിന്ററിനെയാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ നോഡ് 1ൽ 25 സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ നോഡിൻ്റെ രണ്ടാമത്തെ ഭാഗം മറ്റൊരു നോഡിലേക്കുള്ള പോയിന്ററാണ്. സെക്കൻഡ് നോഡ് അതിലും ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. തേർഡ് വൺ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നോഡ് 4 അതേപോലെ നോഡ് 5ലേക്ക് പോയിന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നോഡ് 5 ഡാറ്റ മാത്രമേ ഉള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് നൾ നോഡ്. അത് പോയിന്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ് ഇസ് എ നൾ നോഡ്. അത് ആരെയും പോയിന്റ് ചെയ്യുന്നില്ല. അതാണ് നൾ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ അപ്പോൾ ഈ നോഡ് ഓരോ നോഡും പോയിന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ടത് പോയിന്ററിനകത്ത് എന്താ സ്റ്റോർ ചെയ്യുക? അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. നമ്മൾ പോയിന്റർ എന്താണെന്ന് പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലിങ്കിൻ്റെ അകത്ത് പോയിന്ററാന്ന് പറഞ്ഞു, അത് പോയിന്റ് ചെയ്യണം അടുത്ത നോഡിന് അല്ലേ. അപ്പോൾ ഈ നോഡ് 1ൻ്റെ ഈ പോയിന്റർ എന്നുള്ള ഏരിയയിൽ എന്താ ഉണ്ടാവുക? ഈ നോഡ് 2ൻ്റെ അഡ്രസ് ആയിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ നോഡ് 2ൻ്റെ പോയിന്ററിൽ എന്തായിരിക്കും ഉണ്ടാവുക? നോഡ് 3യുടെ അഡ്രസ് ആയിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണ് അത് പരസ്പരം കണക്ട് ചെയ്ത് പോകുന്നത്. നോഡ് 5ൻ്റെ ലിങ്കിൽ എന്തുണ്ടാവില്ല? നള്ളായിരിക്കും, കാരണം അവർ ആരെയും പോയിന്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് സ്റ്റാർട്ട്? ഈ സ്റ്റാർട്ട് തന്നെ പോയിന്ററിൻ്റെ പ്രത്യേകതയുണ്ട്. അതൊരു സ്പെഷ്യൽ പോയിന്ററാണ് ലിങ്ക്ഡ് ലിസ്റ്റിലുള്ളത്. ഇത് സ്റ്റോർ ചെയ്യുന്നത് ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണ്. കാരണം എന്നാലേ ഇതിലേക്ക് പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫസ്റ്റ് നോഡ് മാത്രമേ എവിടെയും സ്റ്റോർ ചെയ്തിട്ടില്ല, അതിൻ്റെ അഡ്രസ്സ് എവിടെയും സ്റ്റോർ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നത് അതിൻ്റെ ഒരു സ്പെഷ്യൽ പോയിന്ററിനെയാണ്. അതിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടെ പറയാം. ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ കളക്ഷൻ ഓഫ് nodes where each node consists of data and a link, a pointer to the next node in the list. So ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് നോഡ് ഇൻ ദ ലിസ്റ്റ് കണ്ടെയ്ൻ ദ ഫസ്റ്റ് ഡാറ്റ ഐറ്റം ആൻഡ് ദ അഡ്രസ് ഓഫ് ദ സെക്കൻഡ് നോഡ് അല്ലെ. ഫസ്റ്റ് നോഡിൽ എന്താ ഉണ്ടാവുക? ഫസ്റ്റ് നോഡിൻ്റെ ഡാറ്റയും ഉണ്ടാവും, സെക്കൻഡ് നോഡിലേക്കുള്ള സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സും ഉണ്ടാവും, അതിൻ്റെ ലിങ്ക് പാർട്ടിലുണ്ടാവും. സെക്കൻഡ് നോഡിൽ എന്തായിരിക്കും ഉണ്ടാവുക? സെക്കൻഡ് നോഡ് കണ്ടെയ്ൻസ് ദ സെക്കൻഡ് ഡാറ്റ ആൻഡ് ദ അഡ്രസ് ഓഫ് ദ തേർഡ് നോഡ് അല്ലെ. സെക്കൻഡ് നോഡിൻ്റെ അകത്ത് സെക്കൻഡ് നോഡിലേക്കുള്ള ഡാറ്റയും ഉണ്ടാവും, തേർഡ് നോഡിൻ്റെ അഡ്രസ്സും ഉണ്ടാവും, ആൻഡ് സോ ഓൺ. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ലാസ്റ്റ് നോഡിൻ്റെ പ്രത്യേകത എന്താ? ലാസ്റ്റ് നോഡ് കണ്ടെയ്ൻസ് ദ ലാസ്റ്റ് ഡാറ്റ ഇൻ ദ ലിസ്റ്റ് ആൻഡ് എ നൾ പോയിന്റർ. ലാസ്റ്റ് നോഡിൽ അതിൻ്റെ ഡാറ്റയും ഉണ്ടാവും, പിന്നെ ആരെയും ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട് എന്താണ്? നൾ പോയിന്റർ ആയിരിക്കും, അത് ആരെയും പോയിന്റ് ചെയ്യുന്നില്ല. സോ ഇറ്റ്സ് എ നൾ പോയിന്റർ. ഓക്കെ, പിന്നെ വൺ മോർ, ദർ ഇസ് എ സ്പെഷ്യൽ പോയിന്റർ associated with each linked list is known as a start or header. അതിനെ നമ്മൾ സ്റ്റാർട്ട് അല്ലെങ്കിൽ ഹെഡർ എന്നും പറയും. ആദ്യത്തെ പോയിന്ററിന് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഹെഡർ. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ പോയിന്റർ. ഇറ്റ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ്. എപ്പോഴും സ്റ്റാർട്ട് അല്ലെങ്കിൽ ഹെഡറിൽ എന്താ ഉണ്ടാവുക? ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ ഈ ലിങ്ക് ലിസ്റ്റ് എങ്ങനെയാണ്? ഓരോ നോഡും ക്രിയേറ്റ് ചെയ്യുമ്പോൾ അടുത്ത നോഡിലേക്ക്, ഇപ്പോൾ നോഡ് 1 ക്രിയേറ്റ് ചെയ്തു അല്ലേ, അപ്പോൾ നോഡ് 1ൻ്റെ അഡ്രസ് സ്റ്റാർട്ടിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ നോഡ് 2 ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അഡ്രസ്സ് എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും? നോഡ് 1ലേക്ക്. ഇങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. ഓരോ നോഡ് വരുന്ന സമയത്തും ആ നോഡിൽ ഒരു നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗമാണ്. ഇറ്റ് കണ്ടെയ്ൻസ് ഡാറ്റ ആൻഡ് എ ലിങ്ക്. ലിങ്ക് മീൻസ് എ പോയിന്റർ ടു ദ നെക്സ്റ്റ് നോഡ്. പോയിന്റർ മീൻസ് ഇറ്റ് സ്റ്റോർസ് ദ അഡ്രസ് അല്ലേ. അപ്പോൾ അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഓരോ നോഡിൻ്റെയും ലിങ്ക് പാർട്ടിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്. നമ്മൾ സ്റ്റാക്കും ക്യൂവും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ഇറ്റ് ഇസ് ഫിസിക്കലി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് അറേ വെച്ചിട്ടാണ് സ്റ്റാക്കും ക്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്.
പക്ഷേ ലിങ്ക്ഡ് ലിസ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചൊരു കൺസെപ്റ്റ് തന്നെയാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. എന്താണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ? സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഈസ് എ സ്ട്രക്ചർ വിച്ച് പോയിന്റ് ഇറ്റ് സെൽഫ്. അത് അതിനെ തന്നെ പോയിന്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ സ്ട്രക്ചർ പഠിച്ച സമയത്ത് അതിൽ പറഞ്ഞൊരു ടോപ്പിക്കാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഏത് കൺസെപ്റ്റ് വെച്ചിട്ടാണ്? സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ വെച്ചിട്ടാണ്. അപ്പോൾ നോക്കാം അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്. സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത സിൻടാക്സ് എന്തായിരുന്നു? സ്ട്രക്ട് ഇസ് ദ കീവേഡ് ഫോളോഡ് ബൈ സ്ട്രക്ചറിൻ്റെ പേര്, അല്ലേ? ഇപ്പോൾ ഒരു നോഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ നോഡ് 2 ഭാഗമുണ്ട്. അതിലൊന്നിൽ ഡാറ്റയാണ്, ഒന്നിലെന്താണ്? അതിൻ്റെ ലിങ്കാണ്. ലിങ്ക് എന്ന് പറഞ്ഞാൽ അത് അടുത്ത നോഡിനെ പോയിന്റ് ചെയ്യുന്നതാണ്. സ്വാഭാവികമായിട്ടും സ്ട്രക്ട് ഇസ് എ കീവേഡ്. നമ്മൾ സ്ട്രക്ചറിൻ്റെ പേര് കൊടുത്തു നോഡെന്ന്. ഈ സ്ട്രക്ചറിൻ്റെ അകത്ത് 2 ഡാറ്റ ആവശ്യം, 2 കാര്യങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ളത്. ഒന്ന് അതിൻ്റെ ഡാറ്റ, ഒന്ന് അതിൻ്റെ ലിങ്ക്. അപ്പോൾ ഈ ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താവാം? ഇൻറ്റീജർ ആവാം, അല്ലെങ്കിൽ ക്യാരക്ടർ ആവാം, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് ആവാം. അത് ഡിപ്പെൻഡ്സ്. അത് ഡാറ്റയെ ഡിപ്പെൻഡ് ചെയ്യും, അതിൻ്റെ ഡാറ്റ ടൈപ്പ്. അതേപോലെ ലിങ്ക് എന്ന് പറഞ്ഞാൽ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചറിൻ്റെ കേസ് ശ്രദ്ധിക്കണം. ഇവിടെ ലിങ്ക് എന്ന് പറയുന്ന സമയത്ത് പോയിന്റർ ആണ്, അതിനെ തന്നെ പോയിന്റ് ചെയ്യും. നോഡിനെ തന്നെയാണ് പോയിന്റ് ചെയ്യുന്നത്, അല്ലെ? ഓരോ നോഡും മറ്റൊരു നോഡിനെയാണ് പോയിന്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കും? നോഡായിരിക്കും. നോഡ് മീൻസ് ഈ സ്ട്രക്ചറിൻ്റെ പേരായിരിക്കും. ഇപ്പോൾ ഒരു നോഡ് ആ നോഡിനെ തന്നെ ലിങ്ക് ചെയ്യിക്കുകയാണ്, അല്ലെങ്കിൽ പോയിന്റ് ചെയ്യുന്നത്, അല്ലേ? ഇങ്ങനെയാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു പോയിന്റ്, അതിൻ്റെ അകത്തുള്ള ഒരു മെമ്പർ, ആ മെമ്പർ അതിനെ തന്നെയാണ് പോയിന്റ് ചെയ്യുന്നത്. സോ ഇറ്റ് മീൻസ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ സ്ട്രക്ചറിൻ്റെ പേര് തന്നെയായിരിക്കും. സോ ദ നെയിം ഓഫ് ദ സ്ട്രക്ചർ ഈസ് നോഡ് ആൻഡ് ദ സെക്കൻഡ് എലിമെന്റ് ഈസ് എ പോയിന്റർ ടു ദ സെയിം സ്ട്രക്ചർ ടൈപ്പ് നോഡ്. അതൊരു നോഡിനെ തന്നെയാണ് പോയിന്റ് ചെയ്യുന്നത്, അതേ സ്ട്രക്ചറിനെ തന്നെ, അതേ സ്ട്രക്ചറിൻ്റെ ടൈപ്പിനെ തന്നെയാണ് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഒരു നോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് ഞാൻ സ്റ്റോർ ചെയ്യുന്ന പേരാണ്, അല്ലേ? സ്ട്രിങ് ആണ്, കണ്ടോ? സോനു, നിവേദ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓരോ നോഡിലും സ്റ്റോർ ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള സ്ട്രിങ് ആയതുകൊണ്ട് അത് ക്യാരക്ടർ അറേ ആയിരിക്കണം, അല്ലേ? അപ്പോൾ നെയിം എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ, ആ നെയിമിന് എത്ര സൈസ് ഉണ്ട്? സൈസ് 10. അത് ക്യാരക്ടറാണ്, ബിക്കോസ് ഇറ്റ് ഈസ് എ സ്ട്രിങ് ആയതുകൊണ്ട് ക്യാരക്ടറായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുക, അല്ലേ? പിന്നെ നോഡ് സ്റ്റാർലിംഗ്. നോഡ് മീൻസ് ആ സ്ട്രക്ചറിൻ്റെ പേരിനെയാണ് പോയിന്റ് ചെയ്യുന്ന സമയത്ത് അതിനെ തന്നെ പോയിന്റ് ചെയ്യുന്നു, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ആയതുകൊണ്ട്. അപ്പോൾ ഈ ഓരോ നോഡിനും 2 ഭാഗങ്ങളും ഡാറ്റയും ഉണ്ട്, ലിങ്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് നോഡിൽ നോക്കൂ. ഫസ്റ്റ് നോഡിൻ്റെ കേസിൽ നമ്മൾ സോനു എന്ന് സ്റ്റോർ ചെയ്തു. അതേപോലെ അതിൻ്റെ ലിങ്ക് പാർട്ട് അടുത്ത നോഡിലേക്കാണ്. അടുത്ത നോഡ് എന്ന് പറയുന്ന സമയം ആ നോഡിൻ്റെ അഡ്രസ്സ് കണ്ടോ? 1200. അതാണ് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്, നോഡ് 1ൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ സ്പെഷ്യൽ ഹെഡറാണ്. അത് ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആദ്യത്തെ നോഡിനെയാണ് പോയിന്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും എന്തിലുണ്ടാവുക? സ്റ്റാർട്ട് അല്ലെങ്കിൽ ഹെഡറിൽ ഉണ്ടാവുക. ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് എത്രയാണ്? 1000. ഈ 1000 ആണ് സ്റ്റാർട്ടിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ട്രാവേഴ്സിങ് നടത്തുക. 1000 കണ്ട ആ 1000 എന്ന് പറഞ്ഞ നോഡിലേക്ക് പോകുന്നു, അവിടുത്തെ ഡാറ്റ ആക്സസ് ചെയ്യും, അല്ലേ? അപ്പോൾ ഡാറ്റ ആക്സസ് ചെയ്താൽ പിന്നെ പോകുന്നത് അതിൻ്റെ ലിങ്ക് പാർട്ടാണ്. അപ്പോൾ എന്താണ്? 1200. ആ നോഡ് എവിടെയാണോ നോക്കും, അവിടേക്കാണ് അടുത്ത പോയിന്റർ. അതുണ്ടോ? 1200 നിവേദ് ആക്സസ് ചെയ്യും. നിവേദിൻ്റെ അകത്ത് ലിങ്ക് പാർട്ടിൽ 1300, അത് ഈ നോഡിൻ്റെ അഡ്രസ്സാണ്. 1300 അത് സ്റ്റോർ ചെയ്തുള്ള സ്നേഹയാണ്. അതേപോലെ അതിൻ്റെ ലിങ്ക് പാർട്ട് 1500, അത് അടുത്ത നോഡിൻ്റെ അഡ്രസ്സാണ്. 1500 അതിൽ നീക്കി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് പാർട്ട് നള്ളാണ്. ദാറ്റ് മീൻസ് ആരെയും പോയിന്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ലിങ്ക്ഡ് ലിസ്റ്റിൽ എന്താ ഉള്ളത്? 4 നോഡുകളാണുള്ളത്. അതാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. ആ ഓരോ ലിസ്റ്റുകളും ലിങ്ക് ചെയ്ത് പോവുകയാണ്. ലിസ്റ്റ് മീൻസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ നോഡ്. നോഡുകളുടെ കളക്ഷനാണ്. ഓരോ നോഡ് എന്ന് പറഞ്ഞാൽ 2 ഭാഗമുണ്ട്. ഡാറ്റയും സ്റ്റോർ ചെയ്യണം, അടുത്ത നോഡിലേക്കുള്ള address store ചെയ്യും. That means it is a pointer to the next node. So each node consists of data and a link. Okay, so what is a linked list? Linked list is a collection of node where each node consists of data and a link which points to the next node. Linked list is a dynamic data structure. Dynamic data structure means it is created during execution time and the memory is allocated at the time of execution. So the linked list grows when new data is inserted and shrink when the data are removed from the list. Okay, so that's about linked list.